എല്ലാവർക്കും നമസ്കാരം. നമുക്ക് ഈ സെക്ഷനിൽ പഠിക്കേണ്ടത് കാർഡിനാലിറ്റി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റാണ്. കാർഡിനാലിറ്റി ഇത് BSc മാത്തമാറ്റിക്സ് സെമസ്റ്റർ 5, BA എക്കണോമിക്സ് ആൻഡ് മാത്തമാറ്റിക്സ് സെമസ്റ്റർ 5 രണ്ട് കോഴ്സുകളുടെയും റിയൽ അനാലിസിസ് എന്ന് പറയുന്ന പേപ്പറിൽ ഒന്നാമത്തെ മോഡ്യൂളിൽ വരുന്ന പോർഷനാണ്. അപ്പോൾ before going to the infinite set, what is the meaning of number of elements in a set? For example, if you take a finite set, what is the meaning of finite set? Finite set എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ number of elements finite ആകുക. അപ്പോൾ ഇത് രണ്ടും സിനോണിം ആയിട്ട് വരുന്നതാണ്. ഒരു ഫൈനൈറ്റ് സെറ്റ് എടുത്തു കഴിഞ്ഞാൽ ഉദാഹരണത്തിന് ABC ഒരു സെറ്റ് എടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ നമ്പർ ഓഫ് എലിമെന്റ്സ്, നമ്പർ ഓഫ് കാർഡിനാലിറ്റി എന്ന് വിളിക്കാം. പല നൊട്ടേഷൻസ് ഉണ്ട് കാർഡിനാലിറ്റിക്ക്. ഇപ്പം ഞാനിപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്നത് ഈ ഒരു നൊട്ടേഷനാണ്. മോഡുലസ് എന്ന് പറയുന്ന സിമ്പിൾ തന്നെയാണ് ഇവിടെ കാർഡിനാലിറ്റിക്ക് ഉപയോഗിക്കുന്നത്. ഇവിടെ കാർഡിനാലിറ്റി എന്ന് പറയുന്നത് 3 ആണ്. വേറൊരു സാധാരണ കൊണ്ടുവരുന്ന നൊട്ടേഷൻ ഇതാണ്, കാർഡിനാലിറ്റി ഓഫ് A is 3. ഈ ഒന്നാമത് എഴുതിയ നൊട്ടേഷനാണ് ഞാൻ കൂടുതൽ ഉപയോഗിക്കാൻ പോകുന്നത്. നമ്മുടെ പുസ്തകത്തിലും ഇത് തന്നെയാണ് ഉപയോഗിക്കുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ ഒരു ഫൈനൈറ്റ് സെറ്റ് എടുത്താൽ അതിന്റെ കാർഡിനാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് എലിമെന്റ്സിന് വിളിക്കുന്ന വേറൊരു പേര് തന്നെയാണ് കാർഡിനാലിറ്റി. ഈസ് സെൽഫ് എവിഡന്റ്. ഫൈനൈറ്റ് സെറ്റ് ഡിഫൈൻ ചെയ്യുന്നത് തന്നെ അതിന്റെ നമ്പർ ഓഫ് എലിമെന്റ്സ് ഒരു ഫൈനൈറ്റ് നമ്പർ ആകുക. ആ നമ്പറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കാർഡിനാലിറ്റി ഓഫ് ദ സെറ്റ്. ഫോർ എക്സാമ്പിൾ, സ്റ്റാൻഡേർഡ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ ഗ്രൂപ്പ് തിയറിയിൽ പഠിക്കുന്ന Z5 വേറെ നൊട്ടേഷൻ ഇതാണ്, Z/5Z അല്ലെ. ഇതിന്റെ കാർഡിനാലിറ്റി എന്താ? കാർഡിനാലിറ്റി ഓഫ് Z5 ഈസ് 5, right? Similarly, if you consider S3, the symmetric group of three symbols, the symmetric group of 3 symbols. So what is the cardinality of S3? S3 is 3 factorial, which is 6. So similarly you can write the cardinality of finite set. So our question is, first question is, I will write C01. What is the cardinality of N, the set of all natural numbers? അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എങ്ങനെയാണ് ഈ പറഞ്ഞ ഫൈനൈറ്റ് സെറ്റ്സ് കൗണ്ട് ചെയ്തത് എന്ന് നോക്കാം. ഉദാഹരണത്തിന് ആദ്യത്തെ സെറ്റ് A എടുത്തു കഴിഞ്ഞാൽ എയിലെ എലിമെന്റ്സ് എന്ന് പറയുന്നത് A, B, C, ഇതായിരുന്നു 3 എലിമെന്റ്സ്. ഇതിന്റെ കാർഡിനാലിറ്റി ഞാൻ 3 എന്നാണ് എഴുതിയത്. എങ്ങനെയാണ് 3 എന്ന് എഴുതിയത്? നമ്മൾ കൗണ്ടിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ കൊച്ചു ക്ലാസ്സുകളിൽ അല്ലെങ്കിൽ നമ്മൾ വളരെ ചെറുതായിരിക്കുമ്പോൾ തന്നെ വിരലുകൾ കൊണ്ടാണ് നമ്മൾ എണ്ണൽ പഠിച്ചത് അല്ലെ. അപ്പൊ അവിടെ നമ്മൾ വസ്തുക്കൾ എണ്ണാൻ വേണ്ടിയിട്ട് വിരലുകളും വസ്തുക്കളും തമ്മിലുള്ള 1-to-1 കറസ്പോണ്ടൻസ് ആയിരുന്നു നമ്മൾ ഉപയോഗിച്ചത്. ഇവിടെയും അത് തന്നെയാണ് നമ്മൾ എസെൻഷ്യലി ചെയ്യുന്നത്. 1, 2, 3 എന്ന് പറയുന്ന ആദ്യത്തെ 3 നാച്ചുറൽ നമ്പേഴ്സ് എടുത്തിട്ട് അതുമായിട്ടുള്ള 1-to-1 കറസ്പോണ്ടൻസ് ആണ് ഞാൻ അവിടെ കൊടുത്തത്. സോ ഇപ്പൊ ഇതിന്റെ ഒരു വ്യത്യാസം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, സപ്പോസ് യു സ്റ്റാർട്ട് ഫ്രം 0, 1, 2, then what is cardinality of A? Cardinality of A will be 2, right? ബട്ട് അതായത് നിങ്ങളുടെ കൗണ്ടിങ് പ്രോസസ് എന്ന് പറയുന്നത് 0-ൽ നിന്നാണ് തുടങ്ങുന്ന ഒരു കൗണ്ടിങ് പ്രോസസ് ആയിരുന്നെങ്കിൽ യുവർ കാർഡിനാലിറ്റി വിൽ ബി 2. സോ കാർഡിനാലിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആൻ 1-to-1 കറസ്പോണ്ടൻസ് ആൻഡ് ദ കാർഡിനാലിറ്റി ഡിപ്പെൻഡ്സ് ഓൺ വിച്ച് യു ആർ കറസ്പോണ്ടിങ്. അതിനെ ഡിപ്പെൻഡ് ചെയ്താണ്. ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നേരത്തെ ആദ്യം നിങ്ങൾ 1, 2, 3 എന്ന് പറയുന്ന 3 സിമ്പലുമായിട്ടാണ് കറസ്പോണ്ടൻസ് കൊടുത്തത്. അതുകൊണ്ടാണ് കാർഡിനാലിറ്റി 3 എന്ന് പറഞ്ഞത്. ഇനി 0, 1, 2 എന്ന് പറയുന്ന 3 സിമ്പലുകളാണ് നിങ്ങൾ ഉപയോഗിച്ചിരുന്നെങ്കിൽ
കാർഡിനാലിറ്റി എന്ന് പറയുന്നത് 2 ആയേനെ. ഇനി ഇത് ഒന്നുമല്ല, നിങ്ങൾ ഏതെങ്കിലും ഒരു ഏലിയൻ ആണ്, അവിടെ നിങ്ങൾ ഉപയോഗിച്ചിരുന്ന സിമ്പൽ എന്ന് പറയുന്നത് ഇങ്ങനെ വല്ല വളരെ ഓക്വേർഡ് ആയിട്ടുള്ള ഒരു സിമ്പലൊക്കെ ആണെങ്കിൽ, ഹിയർ ദ കാർഡിനാലിറ്റി ഓഫ് എ വിൽ ബി സംതിങ് ലൈക്ക് ദിസ്, right? So my point is, cardinality is merely an one-to-one correspondence. For that you need a set which is already known to you, അല്ലെ? ആ വൺ ടു വൺ കറസ്പോണ്ട് നമ്മൾ ഫിംഗറുകൾ ഉപയോഗിച്ച പോലെ നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന ഒബ്ജക്റ്റുകളുമായിട്ട് മറ്റ് ഒബ്ജക്റ്റുകളെ ഒരു വൺ ടു വൺ കറസ്പോണ്ടൻസ് കൊടുക്കുമ്പോഴാണ് നിങ്ങൾക്ക് കാർഡിനാലിറ്റി എന്ന് പറയുന്ന, അല്ലെങ്കിൽ നമ്പർ ഓഫ് എലിമെന്റ്സ് എന്ന് പറയുന്ന കൺസെപ്റ്റ് നിങ്ങൾക്ക് പറയാൻ പറ്റുന്നത്. അപ്പോൾ ഈ ഐഡിയ തന്നെയാണ് നമ്മൾ നാച്ചുറൽ നമ്പേഴ്സിന് ഉപയോഗിക്കുന്നത്. നാച്ചുറൽ നമ്പേഴ്സിന് ഉപയോഗിക്കുന്നത് n എന്ന് പറയുന്നത് 1 2 3 4 5 ഇതാണ് നമ്മുടെ സ്റ്റാൻഡേർഡ് കൗണ്ടിങ് ടൂൾ, അല്ലെ? n എന്ന് പറയുന്നതാണ് നമ്മൾ 0 മുതൽ അല്ല കൗണ്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ പറഞ്ഞ സ്ട്രേഞ്ച് സിമ്പൽസുകളൊന്നും ഉപയോഗിച്ചല്ല നമ്മൾ കൗണ്ട് ചെയ്യുന്നത്. നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള 1 2 3 4 5 6 എന്ന് പറയുന്ന നമ്പേഴ്സ് ഉപയോഗിച്ചാണ്, ആ സിമ്പൽസ് ഉപയോഗിച്ചാണ് നമ്മൾ സാധാരണ രീതിയിൽ കൗണ്ട് ചെയ്യുന്നത്. അപ്പോൾ അത് ഫൈനൈറ്റ് സെറ്റിന് ചെയ്യുന്നതിന് പകരം ഇൻഫൈനൈറ്റ് ആണെങ്കിൽ ഇതിങ്ങനെ പൊക്കോണ്ടേയിരിക്കും, അല്ലെ? ഈ സിമ്പൽസ് എൻ്റെ ഓൾറെഡി എൻ്റെ കയ്യിലുണ്ട്. അപ്പൊ ഇതിന്റെ കാർഡിനാലിറ്റി എന്ന് പറയുന്നത് ഫൈനൈറ്റ് പോലെ നമുക്കൊരു തിട്ടപ്പെടുത്താവുന്ന ഒരു എണ്ണമല്ല, ഇതിങ്ങനെ പൊക്കോണ്ടേയിരിക്കും. സോ വാട്ട് എവർ ദ സൈസ് ഈസ്, ദാറ്റ് സൈസ് ഐ വിൽ ഡിനോട്ട് ബൈ എ സിമ്പൽ കൈ നോട്ട് എന്നോ അലഫ് നോട്ട് എന്ന് വിളിക്കാറുണ്ട് ഇതിനെ. അലഫ് നോട്ട് പ്രൊനൗൺസ് ചെയ്യുന്നത് എങ്ങനെയാണ്? അലഫ് നോട്ട്. കറക്റ്റ് അതിന്റെ പ്രൊനൗൺസിയേഷൻ എഴുത്തെന്ന് പറയുന്നത് ഇതാണ്. അലഫ് നോട്ട്, ഇതാണ് എൻ്റെ പ്രൊനൗൺസിയേഷൻ. ഇത് ഹീബ്രു ആൽഫബറ്റോ അങ്ങനെ എന്തോ ആണ്. വാട്ട് എവർ ഇറ്റ് മേ ബി, ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ അലഫ് നോട്ട്. ആ എന്നിന്റെ കാർഡിനാലിറ്റി എന്തായാലും അതിനെ ഡിനോട്ട് ചെയ്യുന്ന സിമ്പിളാണ് ഈ പറഞ്ഞ അലഫ് നോട്ട് എന്ന് പറയുന്നത്. അപ്പൊ ഒൺസ് നമ്മൾ അത് ഫിക്സ് ചെയ്ത് വെച്ചു, ഫൈനൈറ്റ് സെറ്റിനും നമ്മൾ ഇത് തന്നെയാണ് ചെയ്യുന്നത്, n ഉപയോഗിച്ച് തന്നെയാണ് കൗണ്ട് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ ഞാൻ മൊത്തം എന്നിനെ അതിന്റെ നമ്പർ ഓഫ് സൈസ്, ആ എണ്ണം എത്രയാണോ അതിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ആണ് ഈ അലഫ് നോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഞാൻ ഫിക്സ് ചെയ്തു, ഇത് ബേസ് ആയിട്ട് ഫിക്സ് ചെയ്തു. ഇനി നമ്മുടെ എയിം എന്ന് പറയുന്നത് ഇത് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ബാക്കി ഇൻഫൈനൈറ്റ് സെറ്റിനെ കൗണ്ട് ചെയ്യാം എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. സോ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ എന്നിന്റെ കാർഡിനാലിറ്റി അലഫ് നോട്ട് എന്ന് ഫിക്സ് ചെയ്തു. സോ അവർ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഈസ്, വാട്ട് ഈസ് ദ കാർഡിനാലിറ്റി ഓഫ് even integers? So what is the idea? Idea is one-to-one correspondence. One-to-one correspondence-നെ വിളിക്കുന്ന വേറൊരു പേര് ബൈജക്റ്റീവ് മാപ്പ്. ഒരു സെറ്റിൽ നിന്നും വേറൊരു സെറ്റിലേക്കുള്ള ഒരു ബൈജക്റ്റീവ് മാപ്പ് കണ്ടുപിടിക്കുക. അങ്ങനെയാണെങ്കിൽ ആ രണ്ട് സെറ്റുകൾക്കും സെയിം കാർഡിനാലിറ്റി. ഇതാണ് അവിടുത്തെ നമ്മുടെ ഐഡിയ. ഫൈനൈറ്റ് സെറ്റിന് ചെയ്ത പോലെ തന്നെ ഇൻഫൈനൈറ്റ് സെറ്റിനെയും ഐഡിയ അത് തന്നെയാണ്. അപ്പൊ ഇവിടെ രസകരമായ വസ്തുത, ഈവൻ ഇൻഡിജേഴ്സിന്റെ കാർഡിനാലിറ്റി എന്ന് പറയുന്നത് മുഴുവൻ എന്നിന്റെ കാർഡിനാലിറ്റിക്ക് ഈക്വൽ ആണ്. അതെങ്ങനെയാണ് കിട്ടണേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ n എന്ന് പറഞ്ഞാൽ 1 2 3 4 5 6 7 എക്സെട്ര, ജനറലി ഒരു n എക്സെട്ര. ഇപ്പൊ ഞാൻ പറയാൻ പോകുന്നത് ഈവൻ ഇൻഡിജേഴ്സിന്റെ ഒരു നൊട്ടേഷൻ നിങ്ങൾ ഗ്രൂപ്പ് തിയറിയിലൊക്കെ ഗ്രൂപ്പ് തിയറി പഠിച്ചപ്പോഴോ അല്ലെങ്കിൽ ഓൾജിബ്ര പഠിച്ചപ്പോഴൊക്കെ ഇത് ഉപയോഗിച്ചിട്ടുണ്ടാവും. 2z
2z എന്ന് പറയുന്ന കളക്ഷൻ ഓഫ് ആൾ ഈവൻ ഇൻറ്റിജേഴ്സ്. അത് പോസിറ്റീവ് മാത്രമല്ല, പോസിറ്റീവ് നെഗറ്റീവ് ഏതും ആകാം. ഞാൻ എക്സിബിറ്റ് ചെയ്യാൻ പോകുന്നത് ഒരു 1-to-1 കറസ്പോണ്ടൻസ്. ഈ എന്നും സെറ്റ് ഓഫ് ആൾ നാച്ചുറൽ നമ്പേഴ്സും 2z എന്ന് പറയുന്ന സെറ്റ് ഓഫ് ആൾ ഈവൻ ഇൻറ്റിജേഴ്സും തമ്മിൽ ഒരു 1-to-1 കറസ്പോണ്ടൻസ് പറയുകയാണ്. കറസ്പോണ്ടൻസ് കൊടുക്കുന്നത് പല രീതിയിൽ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പല രീതിയിൽ കൊടുക്കാം. ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് എനിക്ക് 0 നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. 0 ഇവിടെ കൊടുത്തു. 2 എന്ന് പറയുന്ന കൊടുത്തു. 3 എന്ന് പറയുന്ന -2. 4 ഈസ് 4. 5 is -4. 6 is 6. 7 is -6, etc. So the question is, what is n? ഇപ്പോൾ നിങ്ങളിവിടെ അനലൈസ് ചെയ്താൽ മനസ്സിലാവും. ഇവിടെ ഇത് തമ്മിൽ ഒരു 1-to-1 കറസ്പോണ്ടൻസ്. 1 0 ആയിട്ട് കറസ്പോണ്ട് ചെയ്യുന്നു, 2 2 ആയിട്ട്, 3 -2 ആയിട്ട്, 4 4 ആയിട്ട്, 5 -4 ആയിട്ട്, എക്സെട്ര. റൈറ്റ്? സോ ജനറലി ഒരു n ന് കറസ്പോണ്ടിങ് ആയിട്ട് 2z ഏത് എലിമെന്റാണ് ഉള്ളതെന്ന് അറിയാൻ വേണ്ടി, ഇഫ് യു കൺസിഡർ ദ ഫംഗ്ഷൻ, consider the map f from n to 2z by f of n is equal to, what is the idea? n ഈവൻ ആണെങ്കിൽ, ഇവിടെ നോക്കൂ, ഈവൻ നമ്പേഴ്സ് നമ്മൾ എന്താ ചെയ്തത്? എക്സാക്ട്ലി അതിലേക്ക് തന്നെയാണ് മാപ്പ് ചെയ്തത് അല്ലേ? അതായത് ഈവൻ ആണെങ്കിൽ n തന്നെ മാപ്പ് ചെയ്തു. ഇനി ഇഫ് n ഈസ് ഓഡ്, what was the idea? ഒന്ന് കുറച്ചു, പക്ഷെ മൈനസും കൂടെ ഉണ്ട് അല്ലേ? ദാറ്റ് മീൻസ് മൈനസ് ഓഫ് n മൈനസ്. ഇറ്റ് കറക്റ്റ്? Then f is an 1-to-1 map, 1-to-1 correspondence or bijection between n and 2z. ബൈജക്ഷൻ ആണെന്ന് പ്രൂവ് ചെയ്യാൻ എന്തൊക്കെ പ്രൂവ് ചെയ്യണം? ഇതിപ്പോ സെൽഫ് എവിഡന്റ് ആണ്. ഈ ഒരു ഫിഗറിൽ നിന്ന് തന്നെ, ഈ ഒരു ഡയഗ്രത്തിൽ നിന്ന് തന്നെ നമുക്ക് സെൽഫ് എവിഡന്റ് ആണ് ഇതൊരു ബൈജക്ഷൻ എന്ന്. അതായത് ഇവിടെയുള്ള ഓരോ എലിമെന്റിനെയും ഇവിടെ ഓരോ എലിമെന്റിലേക്ക് മാപ്പ് ചെയ്യുന്നുള്ളൂ. അതങ്ങനെ തന്നെ വേണം ഒരു ഫംഗ്ഷന്റെ ഡെഫിനിഷന്. ഇനി ഇവിടെയുള്ള രണ്ട് എലിമെന്റിനെ ഇവിടെ ഒരുമിച്ച്, രണ്ടെണ്ണത്തിനെ ഒരുമിച്ച് ഒരു എലിമെന്റിലേക്ക് മാപ്പ് ചെയ്യുന്നില്ല. ദാറ്റ് ഈസ് ദ മീനിങ് ഓഫ് 1-1. ഇനി കോഡമ്മയിൽ 2z ഏത് എലിമെന്റ് എടുത്താലും ഇവിടെ ഒരു പ്രീഇമേജ് ഉണ്ട്. ഇത് കറക്റ്റ് പ്രൂഫായിട്ട് ചെയ്യണമെങ്കിൽ, ടു പ്രൂവ് ഇറ്റ് ഈസ് എ ബൈജക്ഷൻ, എഫ് ഈസ് 1-1. എങ്ങനെയാ കാണിക്കാം? എഫ് ഓഫ് എം ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എൻ ഇംപ്ലൈസ് എം ഈസ് ഈക്വൽ ടു എൻ എന്ന് കാണിക്കണം. ഞാൻ ഒരെണ്ണം ചെയ്ത് കാണിക്കാം. കേസ് 1, എം ആൻഡ് എൻ ആർ ഈവൻ. എഫ് ഓഫ് എം എന്താവും? എം ആവും. എഫ് ഓഫ് എൻ എന്താവും? അതും എൻ ആവും. ദാറ്റ് മീൻസ് എം ഈസ് ഈക്വൽ ടു എൻ. ഡൺ. ഒരു കേസും കൂടെ എഴുതാം. കേസ് 2, എം ഈസ് ഈവൻ ആൻഡ് n is odd. So f of m is equal to f of n implies, what is m even ആയതുകൊണ്ട് f of m എന്ന് പറയുന്നത് m. ഇനി n odd ആയതുകൊണ്ട് it is minus of n minus 1. That implies m minus n ഇപ്പുറത്ത് വന്നു കഴിഞ്ഞാൽ m plus n is equal to 1. നോട്ട് ദാറ്റ് എമ്മും എന്നും ഒക്കെ എവിടുത്തെ എലിമെന്റാ? എമ്മും എന്നും നാച്ചുറൽ നമ്പേഴ്സ് ആണ് അല്ലേ? രണ്ട് നാച്ചുറൽ നമ്പേഴ്സിന്റെ സം എപ്പോഴാണ് 1 ആകുന്നത്? ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും 0 ആകണം, മറ്റത് 1 ആകണം. നാച്ചുറൽ നമ്പേഴ്സിന്റെ സം ഏതെങ്കിലും എമ്മോ എന്നോ 0 ആകണം, മറ്റത് 1 ആകണം അല്ലേ?
So this is happens only when m is equal to 0 and n is equal to 1. Actually it is not possible, right? കാരണം ഇവിടെ നമ്മൾ എടുത്തിട്ടുണ്ട് m is even എന്ന് എടുത്തിട്ടുണ്ട്, n is odd എന്ന് എടുത്തിട്ടുണ്ട്, f of n is equal to f of n എന്ന് എടുത്തിട്ടുണ്ട്. പക്ഷേ ഈ കേസിൽ m is equal to 0 ആണെങ്കിൽ f of m എന്താവും? f of m എന്ന് പറയുന്നത് ഓക്കെ ഇവിടെ ചെറിയൊരു it is not, sorry, I'm really sorry, I'm wrong. m plus n is equal to 1 നാച്ചുറൽ നമ്പേഴ്സിൽ ഒരിക്കലും അത് പറ്റത്തില്ല അല്ലേ? ഐ എം സോറി, കാരണം 0 ഇല്ലല്ലോ, ഇതിന്റെ നാച്ചുറൽ നമ്പേഴ്സിൽ 0 ഇല്ല, 1 മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ദിസ് ഈസ് നോട്ട് പോസിബിൾ. ഇറ്റ്സ് നോട്ട് പോസിബിൾ. രണ്ട് നാച്ചുറൽ നമ്പറിന്റെ സം ഒരിക്കലും 1 ആകില്ല. സോറി. ഈ കേസിൽ എഫ് ഓഫ് എം ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എൻ ആകാൻ പറ്റത്തില്ല, എം ഈവനും എൻ ഓഡ് ആവും. സിമിലർലി കേസ് 3 എന്താ? രണ്ടും ഓഡ് ആവുന്ന കേസ്. So there also you can prove that m is equal to n. You on to എങ്ങനെ പ്രൂവ് ചെയ്യുക? This is the proof of 1 1. f is on to. On to എന്ന് പ്രൂവ് ചെയ്യാൻ എന്താ 2z എന്നൊരു എലിമെന്റ് എടുക്കുക. 2zലെ ഒരു എലിമെന്റ് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഫോം എന്തായിരിക്കും? ഒരു 2x ഫോമിലായിരിക്കും അല്ലേ? where x belongs to z. നിങ്ങൾക്ക് എന്ത് കണ്ടുപിടിക്കണം? എന്നിലെ ഒരു എലിമെന്റ് കണ്ടുപിടിക്കണം. എഫ് ഓഫ് എൻ ഈസ് ഈക്വൽ ടു 2x ആവുന്ന രീതിയിൽ ഒരു എലിമെന്റ് കണ്ടുപിടിക്കും. ആലോചിച്ച് നോക്കൂ, എങ്ങനെയാ തിരിച്ചുള്ള ഇമേജ് കിട്ടുന്നത്? Depends on it is negative or positive, right? So if x element of z 2z plus what is your choice? You take n is equal to 2x, then f of n is equal to 2x. If x belongs to z minus, you take n is equal to that minus 2x plus 1, right? Minus 2x plus 1. ഇത് കിട്ടുന്ന എങ്ങനെയാണ്? നിങ്ങൾക്ക് 2x എന്ന് കിട്ടണം. 2x is equal to minus of n minus 1 എന്നായിരുന്നു എൻ്റെ ഡെഫിനിഷൻ. minus n plus 1 equal to 2x. So minus n equal to 2x minus 1. n is equal to minus 2x plus 1. Then f of n is equal to 2x. If x is equal to 0, 2x is equal to 0. That comes here. ഇത് പ്രത്യേകിച്ച് എഴുതേണ്ട ആവശ്യമില്ല. z minus union 0. So this shows that f is onto. Hence f is a bijection. Between n and 2z. Therefore, what is the cardinality of 2z? ബൈജക്ഷൻ 1-to-1 കറസ്പോണ്ടൻസ് ഉണ്ടെങ്കിൽ ആ രണ്ട് സെറ്റുകളുടെയും കാർഡിനാലിറ്റി ഈക്വൽ ആണ്. എന്നിന്റെ കാർഡിനാലിറ്റി തന്നെയാണ്, which is we say that ലെഫ്റ്റ് നോട്ട്. സോ 2zന്റെ കാർഡിനാലിറ്റിയും ലെഫ്റ്റ് നോട്ടിന്റെ എന്നിന്റെ കാർഡിനാലിറ്റിയും സെയിം ആണ്. നമ്മൾ എന്തൊക്കെയാ പറഞ്ഞോ ഒന്നുകൂടെ ഓടിച്ചു പറയാം. നമ്മൾ ഇൻഫൈനൈറ്റ് സെറ്റ് കൗണ്ട് ചെയ്യാനുള്ള ഐഡിയ ആയിരുന്നു. ഫൈനൈറ്റ് സെറ്റ് എങ്ങനെയാണോ കൗണ്ട് ചെയ്യുന്നത് അതിന്റെ എക്സ്റ്റൻഷൻ തന്നെയാണ് ഇൻഫൈനൈറ്റ് സെറ്റിന്റെയും കൗണ്ടിങ്. അവിടുത്തെ ഒരു ബേസിക് എൻറ്റിറ്റി എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ് ആണ്. അപ്പോൾ 2zനെ നാച്ചുറൽ നമ്പേഴ്സ് ഉപയോഗിച്ച് കൗണ്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന കാര്യം 2zന്റെ കാർഡിനാലിറ്റിയും നമ്പർ ഓഫ് എലിമെന്റ്സും എന്നിന്റെ നമ്പർ ഓഫ് എലിമെന്റ്സും സെയിം ആണ്. ഇനി ഇവിടെ വളരെ രസകരമായ കുറച്ച് വസ്തുതകളുണ്ട്. ഈ ഫൈനൈറ്റ് സെറ്റിൽ നിന്നും
ഇൻഫൈനൈറ്റ് സെറ്റിലേക്ക് പോകുമ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ ആവില്ല, വ്യത്യാസം വരും. സോ ഷോ ദാറ്റ് വൺ 2z പ്ലസ് 2z പ്ലസ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ഈവൻ ഇൻഡിജേഴ്സ് അല്ലെങ്കിൽ ഈവൻ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാലും മതി. Cardinality of 2z plus is same as cardinality of 2z. Both are same as cardinality of 2. Cardinal 2z plus 1. What is 2z plus 1? 2z plus 1 is set of all odd integers. 2z plus 1 so you can show that cardinality of odd integers is same as cardinality of n. 3 q. What is q? Set of all rational numbers. So show that cardinality of q is same as cardinality of n. ഇവിടെയൊക്കെ നിങ്ങൾക്ക് ആലോചിക്കുമ്പോൾ കുറച്ച് ഓക്വേർഡ് ആയിട്ട് തോന്നാം. കാരണം നമുക്കറിയാം n എന്ന് പറയുന്നത് സ്ട്രിക്ട്ലി കണ്ടെയ്ൻഡ് ഇൻ ക്യൂ ആണ് അല്ലേ. ആ n എന്ന് പറയുന്നത് സ്ട്രിക്ട്ലി കണ്ടെയ്ൻഡ് ഇൻ z ആണ്. ദാറ്റ് ഈസ് വൺ മോർ ക്വസ്റ്റ്യൻ ഐ ഫോർഗോട്ട് ടു മെൻഷൻ. ഇൻ ഫാക്ട് ഐ വിൽ റൈറ്റ് ഇറ്റ് ആസ് ദ 0th ക്വസ്റ്റ്യൻ. സോ ദാറ്റ് cardinality of z is same as cardinality of n. സ്ട്രിക്ട്ലി n എന്ന് പറയുന്നതിനകത്തുള്ള സെറ്റാണ്. പക്ഷേ ഇതിന്റെ എല്ലാം നമ്പർ ഓഫ് എലിമെന്റ്സ് എന്ന് പറയുന്ന അത് മെഷർ ചെയ്യുമ്പോൾ എന്നിന്റെ അതേ നമ്പർ ഓഫ് എലിമെന്റ്സ് തന്നെയാണ് ഈ പറഞ്ഞ എല്ലാ ഇൻഫൈനൈറ്റ് സെറ്റ്സിനും. ഓക്കെ, ഇതെല്ലാം നിങ്ങൾക്ക് വളരെ ട്രിവിയൽ ആയിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. നമ്മളിവിടെ 2z ചെയ്ത പോലെ ആദ്യം ഇതുപോലെ എടുത്ത് എഴുതാം. ഞാൻ ഒരു എക്സാമ്പിളും കൂടെ ചെയ്യാം. ഉദാഹരണത്തിന് ഞാൻ ഐ വിൽ ഡു ഫോർ z. 0th ക്വസ്റ്റ്യൻ്റെ ആൻസർ ഞാൻ ചെയ്യാം. 0th ക്വസ്റ്റ്യൻ എടുക്കാം. സോ വി ഹാവ് n 1 2 3 4 5 6 എക്സെട്ര. നിങ്ങൾക്ക് കൗണ്ട് ചെയ്യേണ്ടത് z ആണ്. ഇസഡിനെ എന്നുമായിട്ട് എങ്ങനെ 1 to 1 കറസ്പോണ്ടൻസ് കൊടുക്കാം? ഒരു നാച്ചുറൽ വേ എന്ന് പറയുന്നത് ഐ വിൽ പുട്ട് 0 ഹിയർ. ടൂവിന് കറസ്പോണ്ടിങ് ആയിട്ട് 1 കൊടുത്തു, 3ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് -1, 4ന് 2, 5ക്ക് -2, 6ന് 3, 7ന് കറസ്പോണ്ടിങ് ആയിട്ട് -3 എക്സെട്ര. സോ ദ ക്വസ്റ്റ്യൻ ഈസ് വാട്ട് ഈസ് എ ജനറൽ റൂൾ? So you need to define a bijection f from n to z, right? So what is f of n? 1ന് 0, 2ന് 1, 2ന് 1, 4ന് 2, 6ന് 3. അതിൽ നിന്ന് എളുപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും n ഈവൻ ആണെങ്കിൽ what is the definition? n divided by 2, right? What if n is odd? If n is odd, it is 1 കുറച്ചിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, എന്നിട്ട് ഒരു മൈനസ് കൊടുക്കുക അല്ലേ. മൈനസ് n - 1 divided by 2. 3ക്ക് 3ന്ന് 1 കുറയ്ക്കുക, അപ്പോൾ 2/2 1, എന്നിട്ടൊരു മൈനസ് കൊടുക്കുക. 5 ആണെങ്കിൽ 5ന്ന് 1 കുറയ്ക്കുക, 4/2 ഈസ് 2, എന്നിട്ടൊരു മൈനസ് കൊടുക്കുക, അപ്പോൾ -2 കിട്ടും.
Similarly 7. 7 minus 1, minus of 7 minus 1 by 2. So then F is a bijection. Then F is a bijection. Similarly, you can exhibit bijection between this 2z plus 1, 2z plus 1 and definitely 2z plus 1, odd integers. ഇതും എന്നുമായിട്ട് ബൈജക്ഷൻ നിങ്ങൾക്ക് പറയാം. ഇത് എക്സസൈസ് ആണ്. ഡു ഇറ്റ് ആസ് ആൻ എക്സസൈസ്. ബിറ്റ്വീൻ എങ്ങനെ ഒരു ബൈജക്റ്റീവ്, ഒരു മാപ്പ് ബൈജക്റ്റീവ് എന്ന് കാണിക്കാൻ ഓൺ 1 ഓൺ 2 ഇതൊക്കെ സെപ്പറേറ്റ് ആയിട്ട് കാണിക്കണം. ഇതിന് പകരം വേറൊരു വഴിയുണ്ട്. ദിസ് ഈസ് ആൾസോ ആൻ എക്സസൈസ്, സൈഡ് എക്സസൈസ്. ഐ വിൽ പുട്ട് ഇറ്റ് ആസ് P04 exercise. Let F from A to B and G from B to A are two maps with F composition G is an identity map on B and G composition F is the identity map on A. That is, F composition G of B is equal to B for all B belongs to B, and decomposition F of A is equal to A for all A belongs to A. Then show that F is a bijection. Okay. ഇത് പ്രൂവ് ചെയ്യാൻ അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല. 1 1 on 2 എന്നുള്ളത് ഡയറക്റ്റ് ആയിട്ട് കാണിക്കുക. ബട്ട് ചില സിറ്റുവേഷൻസിൽ ഇതാണ് കുറച്ചുകൂടെ ഹാൻഡി ആയിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്. ഉദാഹരണത്തിന് ഫോർ എക്സാമ്പിൾ ഇത് നിങ്ങൾ എക്സസൈസ് ആയിട്ട് ചെയ്യുക. ഫോർ എക്സാമ്പിൾ നമ്മൾ നേരത്തെ എഫ് എന്നിൽ നിന്ന് ഇസഡിലേക്ക് ഒരു മാപ്പ് കൺസിഡർ ചെയ്തായിരുന്നു. എഫ് ഓഫ് എൻ ഈസ് ഈക്വൽ ടു ഇതായിരുന്നു n/2 if n is even, minus of n minus 1 divided by 2 if n is odd. സോ നമ്മൾ കണ്ടത് എഫ് എന്ന് പറയുന്നത് എന്നിൽ നിന്ന് ഇസഡിലേക്ക് ഇങ്ങനെ ഒരു മാപ്പ് നമ്മൾ കണ്ടു. സോ വാട്ട് വിൽ ബി ദ കറസ്പോണ്ടിങ് ജി? സോ അത് കിട്ടാൻ വേണ്ടിയിട്ട് can solve the equation. ഇവിടെ n എന്ന് പറയുന്നത് a, z എന്ന് പറയുന്നത് b അല്ലേ? You need a function g from b to a. Okay, we solve the equation x equal to n/2, then n is 2x. So my g of x will be 2x. What is the condition for x? നമ്മളിപ്പോൾ ഈവൻ നാച്ചുറൽ നമ്പേഴ്സുമായിട്ട് കറസ്പോണ്ട് ചെയ്തത് ഈ പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് മാത്രമാണ് അല്ലേ? പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് അല്ലേ? ഇവിടെ നോക്കൂ.
പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് ആണ് നമ്മൾ ഈവൻ നാച്ചുറൽ നമ്പേഴ്സുമായിട്ട് കറസ്പോണ്ട് ചെയ്തത്. സോ ദിസ് മീൻസ് ദിസ് വിൽ ബി മാപ്പ് ഫ്രം Z to N if X is element of Z. അടുത്തത് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇക്വേഷൻ സോൾവ് ചെയ്യുക. -(n-1/2) അല്ലേ? So that means 2x is equal to -n plus 1. So n is equal to -2x plus 1. Okay? So it will be -2x plus 1. If x element of negative natural numbers, zero ആയാലും ഇത് തന്നെ അല്ലേ? Then verify that. Then you can verify that f of g of x will be x and g of f of n will be n. This is an exercise, simple exercise. Hence, f is a bijection. So this is a second method. ഞാൻ ആദ്യം ചെയ്ത ആദ്യത്തെ എക്സാമ്പിളിൽ, അതായത് ഇസഡിൽ നിന്ന് എന്നിൽ നിന്ന് 2z മാപ്പ് ഇത് ബൈജക്ഷൻ എന്ന് കാണിക്കാൻ, അല്ല ഈ മാപ്പ് ബൈജക്ഷൻ എന്ന് കാണിക്കാൻ ഡയറക്റ്റ് അത് 1-1 എന്ന് കാണിച്ചു, പിന്നെ ഓൺ 2 എന്ന് കാണിച്ചു, റൈറ്റ്? അപ്പോൾ അത് അങ്ങനെയും ഇത് ചെയ്യാം. സോ ദിസ് ഇസ് എൻ അനദർ ടൂൾ. ഇങ്ങനെയും ചെയ്യാം. ഇങ്ങനെ ഒരു മാപ്പ് കിട്ടുമെങ്കിൽ യൂസിങ് ദിസ് റിസൾട്ട് C04 എന്ന് പറയുന്ന ഈ റിസൾട്ട് ഉപയോഗിച്ചും നിങ്ങൾക്ക് ഒരു ഫംഗ്ഷൻ ബൈജക്റ്റീവ് ആണോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യാം. സോ ദ മോറൽ ഓഫ് ദ സ്റ്റോറി ഈസ് Z and N have the same cardinality, right? Z and N have the same cardinality. അതിന് ഞാനൊരു ബൈജക്ഷൻ പ്രൊഡ്യൂസ് ചെയ്തു. അത് ബൈജക്ഷൻ ആണെന്ന് പ്രൂവ് ചെയ്തത് ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ച്, ഈ ഒരു ടൂൾ ഉപയോഗിച്ച് പ്രൂവ് ചെയ്തു. ഓൾ റൈറ്റ്. ഇനി എന്താ റിമൈൻ ചെയ്യുന്നത്? ഇനി നമുക്കൊരു നോൺ ട്രിവിയൽ ക്വസ്റ്റ്യൻ ഉണ്ട്. എൻ്റെ ഈ C03 എന്ന് പറയുന്ന എക്സസൈസിൽ Q, ദ സെറ്റ് ഓഫ് ഓൾ റാഷണൽ നമ്പേഴ്സിന്റെ കാർഡിനാലിറ്റിയും എന്നിന്റെ കാർഡിനാലിറ്റിക്ക് ഈക്വൽ ആണ് എനിക്ക് പറയണം. So there the idea is question number 4, C04. C04 ഇതിൽ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ അല്ലേ? ക്യൂവിന്റെ കാർഡിനാലിറ്റി. ക്വസ്റ്റ്യൻ ഇതായിരുന്നു, വാട്ട് ഈസ് ദ കാർഡിനാലിറ്റി ഓഫ് ക്യൂ? You have to show that this is equal to the same cardinality as that of n. So as we did for the other questions, we will explicitly try to give an one-to-one correspondence. So here things are not that easy. മറ്റേത് കിട്ടിയ പോലെ അത്ര എളുപ്പമല്ല. എന്നാലും we will try the following way. 1 correspond to 0. Q എന്ന് പറഞ്ഞാൽ എന്താ? ഫ്രാക്ഷണൽ ഫോമിൽ എഴുതാൻ പറ്റുന്ന, അല്ലെ? ഒരു P/Q ഫോമിൽ എഴുതാൻ പറ്റണം. പിയും ക്യൂവും ഇൻറ്റിജേഴ്സ് ആയിരിക്കണം. Q 0 ആകാൻ പാടില്ല. പിന്നെ അതുപോലെ എന്താണ്, പിയും ക്യൂവും ലീസ്റ്റ് ഫോമിൽ എനിക്ക് എഴുതാം, അല്ലെ? പിയുടെയും ക്യൂയുടെയും GCD, ഇപ്പോൾ ഉദാഹരണത്തിന് 2/4 എന്ന് പറയുന്നതും 1/2 എന്ന് പറയുന്നതും ഒരേ റാഷണൽ നമ്പർ തന്നെയാണ്. അപ്പം ഞാൻ ഉപയോഗിക്കുന്ന റെപ്രസെൻറ്റേഷൻ ലീസ്റ്റ് ഫോമാണ്. സോ ദാറ്റ് മീൻസ് ഐ വിൽ റൈറ്റ് P/Q where P/Q with the GCD of P and Q is equal to 1. ഈ രീതിക്കാണ് നമ്മൾ റാഷണൽ നമ്പേഴ്സ് എഴുതാൻ പോകുന്നത്. സോ 2ന് കറസ്പോണ്ടിങ് ആയിട്ട് 1/1 എഴുതി, 3ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് -1/1, 4ന് കറസ്പോണ്ടിങ് ആയിട്ട് 1/2, 5ക്ക് 2/1, or I will write -1/2, -2/1, 1/3, -1/3, 3/1. ഇങ്ങനെ. Here also the question, what is the general correspondence? എന്തെങ്കിലും ഐഡിയ കിട്ടുന്നുണ്ടോ? അതെങ്ങനെയാണ് ഞാൻ ഈ കറസ്പോണ്ടൻസ് കൊടുത്തത്?
ഇത് ഇത്രയും ഒരേ ഡെഫിനിഷനിൽ വരുന്ന ഒരേ കൂട്ടത്തിൽ വരുന്നതാണ്. ഇവിടെ ഇത് ഇത്രയും ഒരേ കൂട്ടത്തിൽ വരുന്നത്. ഇവിടെ ഇത് ഇത്രയും ഒരേ കൂട്ടത്തിൽ വരുന്നത്. ഒന്നും കൂടെ വരും. ഇതിലൊന്നും കൂടെ വരും. ഇവിടെ 10ന് കറസ്പോണ്ടിങ് ആയിട്ട് -3/1. മനസ്സിലാവുന്നുണ്ടോ എന്താ ചെയ്തതെന്ന്? ഇല്ലെങ്കിൽ the following is the idea. Let or define a0 is equal to set 0. Okay, a1 is equal to 1/1 minus 1/1. a2 is equal to 1/2 minus 1/2 minus 2/1. 2/1 minus 2/1. ഏത് ഓർഡറിൽ വേണോ എഴുതാം, പക്ഷേ 2/1 minus 2/1. a3 is 1/3 minus 1/3 3/1 minus 3/1. a4 is I'm sorry, I will start with, for some reason I will start with the a1 a2 a1 a2 a3 a4. General notation എഴുതാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. This is a5. a5 is 1/4 minus 1/4 2/3 minus 2/3 3/2 minus 3/2 4/1 minus 4/1. അപ്പോൾ നിങ്ങൾക്ക് ഐഡിയ കിട്ടിയോ എന്താണ് ജനറൽ എ എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? am contains all the rational numbers plus or minus p/q such that p-യും q എന്തായിരിക്കണം? p-യും qയും പോസിറ്റീവ് നാച്ചുറൽ നമ്പേഴ്സ് ആയിരിക്കണം. മാത്രമല്ല GCD ലോവസ്റ്റ് ഫോമിലായിരിക്കണം. GCD of p and q is equal to 1 ആയിരിക്കണം. And the sum should be m. Then the crucial idea is then one, each am is finite to every rational number appears in exactly one of these sets. Exactly one of these sets, not that point. Exactly one of these sets. So what is the conclusion? Hence, this gives a bijection or one-to-one correspondence between n and q. Therefore, cardinality of q is same as cardinality of. ഇവിടെ ഞാൻ സൗകര്യപൂർവ്വം ഈ ക്വസ്റ്റിന്റെ ആൻസർ പറഞ്ഞില്ല. അത് പറ്റാത്ത ഇറ്റ് ഈസ് നോട്ട് ഈസി. യു ക്യാൻ ട്രൈ. യു വിൽ ഗെറ്റ് എ മാപ്പ്. അതായത് എഫ് ഓഫ് എൻ എന്ന് പറയുന്ന ഒരു റൂള് എക്സസൈസ് ആയിട്ട് യു ക്യാൻ ട്രൈ. Exercise, what is f of n? But it will not be a nice formula. You will be getting some complicated formula, but you can try. You can try for a formula. It is not an impossible thing, but it is not easy. So evidently it gives an one-to-one correspondence. ഏതൊരു ക്യൂ എടുത്താലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എക്സാക്ട്ലി ഒരു നാച്ചുറൽ നമ്പർ ഉണ്ടാവും. ആൻഡ് വൈസ് വേഴ്സ. There is an n. For each n, there is an exactly one rational number p by q plus or minus p by q.
right, which will belongs to sum of the AMs. Okay, so finally I will introduce a terminology. Is C06, right? C04, 03. This was C03. Now 05. A set A is said to be countable if there is a bijection or one-to-one correspondence between A and A. A set is said to be uncountable if it is not countable. അതായത് ഇങ്ങനെ ഒരു ബൈജക്ഷൻ കണ്ടുപിടിക്കാൻ പറ്റിയില്ലെങ്കിൽ അത്തരം സെറ്റുകളെ അൺകൗണ്ടബിൾ സെറ്റ് എന്ന് വിളിക്കും. എന്നുമായിട്ട് ബൈജക്ഷൻ കണ്ടുപിടിക്കാൻ പറ്റുന്ന സെറ്റുകളെയെല്ലാം കൗണ്ടബിൾ സെറ്റ്സ് എന്ന് വിളിക്കും. അപ്പോൾ കൗണ്ടബിൾ സെറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈനൈറ്റ് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഹാൻഡി ആയിട്ട് വരുന്ന ഹാൻഡിൽ ചെയ്യാൻ കുറച്ച് എളുപ്പമുള്ള സെറ്റുകളാണ്. ഇൻഫൈനൈറ്റ് സെറ്റ് ആണ് അതും, പക്ഷേ എന്നാലും നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള എണ്ണൽ വിദ്യ അതിലോട്ട് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം അല്ലേ. 1 2 3 എന്ന് എണ്ണുന്ന ആ ഒരു സങ്കേതം നമുക്ക് ഈ ഇൻഫൈനൈറ്റ് സെറ്റിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം. അതാണ് ഈ കൗണ്ടബിൾ സെറ്റിന്റെ ഒരു ഗുണം. ഇനി അതും പറ്റില്ല എന്നുണ്ടെങ്കിൽ അത്തരം സെറ്റുകളെ അൺകൗണ്ടബിൾ സെറ്റ്സ് എന്ന് പറയും. അപ്പം നമ്മൾ ഈ ഒരു ലെക്ചറിൽ മനസ്സിലാക്കിയ കാര്യം ഈ ഒരു ടെർമിനോളജി ഉപയോഗിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ, സോ കൺക്ലൂഷൻ, എന്താ Z 2Z 2Z plus 2Z plus 1 Q and Q are countable sets. Okay, so in the next lecture we will so an interesting question is, I will state the question. 07, what is the cardinality of, what is the cardinality of set of all real numbers? Is it equal to cardinality of n? Or in other words, is R countable? എന്നും ആറുമായിട്ട് ഒരു ബൈജക്ഷൻ കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ അത് കൗണ്ടബിൾ ആകണം. സോ അതാണ് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഓക്കെ, താങ്ക് യു.